ഉടുപ്പ് ഞാൻ എൻ്റെ ഷർട്ട് മുഴുവൻ വലിച്ചു കീറിയോണ്ടാണ് എന്നെ ജീപ്പിൽ കയറ്റുന്നത്. അത്രയും ബലം പ്രയോഗിച്ചിട്ടാണ് എന്നെ ജീപ്പിൽ കയറ്റുന്നത് തന്നെ. ഓ അപ്പോൾ അത് ശരി. അപ്പോൾ തന്നെ കീറിയിട്ടുള്ളതാണ് ഷർട്ട്, ഷർട്ട്. പിന്നെ അതായത് ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കുന്ന ഒരു സമയത്ത് ഷർട്ടില്ല. മാറ്റിയിടുകയുണ്ടായത്. അവിടെ നിന്ന് കയറ്റുമ്പോൾ ഷർട്ടില്ല, ജീപ്പിൽ കയറ്റുമ്പോൾ ഷർട്ടില്ല. ഓക്കെ. ഞാൻ എൻ്റെ അമ്പലത്തിലേക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്ന വെള്ളമുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അതിനുശേഷം സന്ദീപ് അടിക്കുന്നു. പിന്നെ ശശി മറ്റേ ഒരു പിന്നെ സജീവൻ എന്ന് പറഞ്ഞിട്ട് സാറ് അവിടെ നിന്ന് ഓടി വന്നിട്ട് ഒരു സിനിമ സ്റ്റൈലിൽ മോഹൻലാൽ കൈ ഊത്തിയിട്ട് ഓടി വരുന്ന ഒരു സെറ്റപ്പായിരുന്നു. ഓടി വന്നിട്ട് ഒരു അങ്ങനെ ഉത്സവത്തോട് കൂടിയിട്ടുള്ള അടിയായിരുന്നു മൂപ്പര്. ആളും സന്ദീപാണ് എൻ്റെ ഈ വീഡിയോയിൽ നല്ലപോലെ എന്നെ വരും അടിക്കുന്നത്. എന്തു പറഞ്ഞ സുജിത്തെ ഇവർ അടിക്കുന്നത്? സുജിത്ത് അതിനോട് ഒന്നും അവരോട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ ഇവരെ എന്തിനാണ് ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നതൊന്നും അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ പറയുന്നു ഒന്നും അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഞാൻ എന്താ ഒരു ഫുള്ള് തെറിയായിരുന്നു. പിന്നെ നിന്നെ സംരക്ഷിക്കാൻ ആരുടെ വരിക? നിതീഷാണോ എന്ന് തുടർച്ചയായിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏട്ടനെ പോലെ നമ്മുടെ ഒരു സഹോദരനാണ് നിതീഷ് എന്ന് പറയുന്നത്. ആളും പറയും ഏട്ടൻ എന്ന് പറയുന്നൊരു ടീം വർക്കാണ് ശരിക്കും ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അത്രയ്ക്കും സ്ട്രോങ് ആണ് റിലേഷൻ എന്ന് വെച്ചാൽ പാർട്ടി പ്രവർത്തകർ അങ്ങനെയല്ല, ഒരു വളരെ ഡീപ്പാണ്. എൻ്റെ ഒരു ഏട്ടൻ്റെ കൂടപ്പുറപ്പിൻ്റെ സ്ഥാനമാണ് ഈ രണ്ടുപേർക്കും, റീസേട്ടനെയും നിതീഷിനെയും. അപ്പോൾ ആളിനൊക്കെ വ്യക്തമായിട്ട് അറിയണമാണ് സന്ദീപിനെ. സന്ദീപ് പറയണതും ഉണ്ട്, അതിലെ വീഡിയോയിലുണ്ട്. നിതീഷാണോ എന്നെ ആൾക്ക് അങ്ങനെയൊക്കെ വെച്ചിട്ട് ടോക്കിംഗ് ഉണ്ട്, തെറിയും ഒപ്പം പറയണമുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ആൾ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ നല്ല രീതിയിൽ അതെ രണ്ടാമത്തെ അടിക്കണതാണ് കുറച്ച് ഹൈറ്റിലുള്ള ആളാണ് മറ്റേ നുഹ്മാൻ അടിക്കുന്നുണ്ട്, ഇടത് കൈ കൊണ്ട് അടിക്കുന്നുണ്ട്. ഒരു കുറച്ച് ഹൈറ്റിലുള്ള ആളാണ് നുഹ്മാൻ. അത് കഴിഞ്ഞിട്ട് ഈ അടിക്കാത്ത ഒരാൾക്കാരെയാണ് ഈ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്ന ശശിധരനും അതുപോലെ എന്താ പറയുക ഷുഹൈറും, ഡ്രൈവറായിട്ട് ഷുഹൈർ. അവർ പുറത്ത് നിൽക്കുകയാണ്. അതിന് ശേഷം ശശിധരൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ നല്ല രീതിയിൽ ഓമനിച്ചിട്ട് നേരെ മേലേക്ക് കൊണ്ടുപോവുക. എന്നിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ചൂരലുകൊണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് സന്ദീപിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് സന്ദീപ് ചൂരലായിട്ട് കയറി വരികയാണ്. പിന്നെ ഇവരെല്ലാവരും കൂടിയിട്ടാണ് മേലെ കൊണ്ടിട്ട് എന്നെ പോയിട്ട് ഇതിലും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത്. ഈ മുകളിൽ വീണ്ടും ചൂരൽ കൊണ്ട് അടിക്കുന്നു അല്ലേ? ഇല്ലാത്തടത്ത് അതെ. ചൂരൽ കൊണ്ട് മാത്രമല്ല, ഇവിടെ അടിച്ചിട്ടുള്ള അതേ സിസ്റ്റം തന്നെ മേലെ എടുത്തിട്ടുണ്ട്. ഈ ശശിധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്നെ വളച്ച് നിർത്തിയിട്ട് കൈയിൻ്റെ മുട്ടുകൊണ്ട് പുറത്തിടിക്കുമ്പോൾ ഒപ്പം തന്നെ കാലിൻ്റെ മുട്ടുകൊണ്ട് നെഞ്ചത്തേക്ക് പുഷ് ചെയ്യണ ഒരു ഇടിയുണ്ട്. പോലീസ് ആ ഒരു സെയിം പൊസിഷനിലാണ് അടിച്ചിട്ടുള്ളത്. ഒരു നല്ല പെയിനായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അവിടെ നിലത്തിരുത്തിക്കൊണ്ട് ഈ ഷുഹൈറും അതുപോലെ ശശിധരനും മാറിയിട്ടായിരുന്നു കാലിൻ്റെ അടിക്ക് അടിച്ചുകൊണ്ടിരുന്നത്. ഭിത്തിയുടെ മേലെ ചാരി ഇരുന്നിട്ട് നേരെ ഇരിക്കാൻ പറഞ്ഞിട്ട് കാല് സ്റ്റഡിയിൽ വെച്ചിട്ട് നേരെ അവർ കസാര ഇട്ടിട്ട് ഇരുന്നിട്ട് അന്ന് അടിച്ചിരുന്നത്. ഏകദേശം എത്ര സമയം നീണ്ടു നിന്നു? 15 അടി അടിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നു ഒരു 10 മിനിറ്റ് 15 മിനിറ്റിനടുത്ത്. അത് കഴിഞ്ഞിട്ട് വെള്ളം ചോദിച്ചില്ലേ സുജിത്ത്? വെള്ളം ചോദിച്ചിട്ട് വെള്ളം തരില്ല എന്നുള്ളൊരു ഇതായിരുന്നു. അല്ല, വെള്ളം തന്ന് ഫ്ലോറിൽ ഒഴിച്ചിട്ട് അവിടെ നിന്ന് ചാടാനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അതായത് കാലിൻ്റെ അത് ഫൈനലി ലാസ്റ്റ്, അതായത് വെള്ളം ചോദിച്ചതിന് ശേഷം ഈ 15 അടി കഴിഞ്ഞ് ഈ ചാടാനും പറഞ്ഞ് അങ്ങനെ 3 സെറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലോറിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ നിന്ന് ചാടാൻ പറഞ്ഞത്. ലാസ്റ്റത്തെ ചാട്ടം വെള്ളത്തിൽ നിന്നിട്ട് ഞാൻ ചാടിയിട്ടുള്ളത്. നല്ല എഫക്റ്റ് ആയിരുന്നു. ഈ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു കേട് സംഭവിച്ചു എന്ന് തോന്നിയില്ലേ? ചെവിയുടെ ഡ്രം പൊട്ടിയിരുന്നു. എന്നിട്ട് 1.5% കേൾവി ശക്തി കുറവുണ്ടായിരുന്നു. ഇവിടെ കുന്നോളം മലങ്കര ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ വൺ സർട്ടിഫിക്കറ്റിൽ ഡോക്ടർ തന്നിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കോടതിയിൽ വിസ്തരിച്ചിട്ടുള്ളതാണ്. ഈ ഡോക്ടറേനെയും ഹോസ്പിറ്റലിലെ സൂപ്രണ്ടിനെയും ഈ മൊഴി അന്വേഷണ റിപ്പോർട്ട് തന്നിട്ടുള്ള സേതു സാറിന് കോടതിക്ക് വരാൻ 1 വർഷം കഴിഞ്ഞു. എന്നിട്ട് ദൃശ്യങ്ങൾ കോടതിയിൽ നമ്മൾ ചെയ്തിട്ടില്ല. അതിപ്പോൾ ഇനിയിപ്പോൾ പാർട്ടി വക്കീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ദൃശ്യങ്ങൾ എത്താൻ വേണ്ടിയിട്ട് തുടക്കം മുതലുള്ള ശ്രമമായിരുന്നു. ഈ ദൃശ്യങ്ങൾ കിട്ടില്ല എന്നുള്ളൊരു സംശയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ DGPക്ക് പരാതി കൊടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അവിടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സേതു സാറിനെ ഏൽപ്പിക്കുന്നത്. സേതു സാറിന് വ്യക്തമായിട്ട് പറയുന്നത്
അതായത് CCTV വ്യക്തം. മലങ്കര ഹോസ്പിറ്റലിൽ 4 ദിവസം, പിന്നെ ഇവിടുന്ന് ഡിസ്ചാർജ് ഓക്കെ, മനസ്സിലായി. 6-ാം തീയതി വൈകിട്ടാണ് ചാവക്കാട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയിട്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്ന് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇവർ ഈ അടിക്കുന്ന സമയത്തും അവസാനം മർദ്ദനമേൽപ്പിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ പോലീസുകാരൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്ന ജാമ്യമില്ലാ കുറ്റം കൂടി തലയിൽ വെച്ച് വരാൻ ശ്രമിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തിരുന്നോ സുജിത്ത്? ഭീഷണി ഉണ്ടായിരുന്നത്, അത് ഞാൻ സെല്ലിൽ കിടന്ന സമയത്ത് ഭീഷണി ഉണ്ടായിരുന്നത് ഷക്കീർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടൊരു ASI ഉണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ ഞാൻ വാർത്തകളിൽ കൊടുക്കുമ്പോഴേക്കുള്ള പേര് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല, ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ആളായിരുന്നു എന്നെ, ഞാൻ ചെയ്തു പോരുന്ന ശാന്തിപ്പണി നീ ചെയ്തു പോരില്ല, നിനക്ക് സമൂഹത്തിൽ യാതൊരുവിധ വിലയും ഞങ്ങൾ നിനക്ക് ഉണ്ടാക്കിപ്പിക്കില്ല, അതുപോലെ നീ പണിയെടുത്ത് ജീവിക്കില്ല, അതിന് മാത്രം നിന്നെ തല്ലിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, അത് ഇനിയും ഒരു കേസ് കിട്ടുമ്പോൾ തന്നെ ഞങ്ങൾ ശരിപ്പെടുത്തി തരുന്നുണ്ട്, പിന്നെ എന്താ കാപ്പടിച്ച് നിന്നെ പുറത്തേക്ക് നാട് കടത്തും, അങ്ങനെ തുടരുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞ ഷക്കീർ അഹമ്മദായി. നല്ല ദേഷ്യം എനിക്ക് ഞങ്ങൾക്ക് അത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്, വെറുതെ കാര്യം അറിയാണ്ട് വെറുതെ ഇങ്ങനെ മനസ്സിലാത്ത കാര്യങ്ങളൊക്കെ. അതൊരു മോശം വ്യക്തിയാണ് ആള്. ഇത് ഈ സംഭവം നടന്നു കഴിഞ്ഞ ശേഷം സുജിത്ത് അനുഭവിച്ച മാനസിക വിഷമം, അതിനെ എങ്ങനെയാണ് സുജിത്ത് മറികടന്നത്? കാരണം ശാരീരിക അസ്വസ്ഥതകൾ 4-5 ദിവസം ആശുപത്രിയിൽ ശേഷം അല്പം കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ സുജിത്ത് അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു. സുജിത്തിനെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ അവിടെയുണ്ട്. സുജിത്ത് ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് അറിയുന്നവരുണ്ട്. ഇത് സുജിത്തിൻ്റെ ആദ്യത്തെ അനുഭവമല്ലേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ മർദ്ദനമേൽക്കുന്നത്? സ്റ്റേഷനിൽ വെച്ചിട്ട് മർദ്ദനം ഉണ്ടാകുന്ന ആദ്യമായിട്ടുള്ള അനുഭവമാണ്. പക്ഷെ ഞാൻ ഈ രാഷ്ട്രീയപരമായിട്ട് അടി ലാത്തി ചാർജൊക്കെ കിട്ടാറുണ്ട്, എല്ലാവർക്കും അറിയാം. പൊതുപ്രവർത്തനാണ്, പരിപാടികൾക്ക് അല്ല അങ്ങനത്തെ ഒരു മേഖല ഉള്ളത് കാരണം എന്നെ ആരും മോശമായിട്ട് ഞാനൊരു മദ്യപിക്കുന്ന ഒരാളാണെന്നോ അല്ലെച്ചെങ്കിൽ ഈ അസഭ്യം പറഞ്ഞ് മറ്റുള്ള ആൾക്കാരെ വെറുതെ വിഷയം ഉണ്ടാക്കുന്ന ഒരാളാണെന്നിട്ട് എന്നെ ചിത്രീകരിക്കാൻ പറ്റില്ല. ആര് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആൾക്കാർ, ആ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എനിക്ക് ഇപ്പോൾ എൻ്റെ അമ്പലം, ഇപ്പോൾ ഒരു 3 അമ്പലത്തിൽ ശാന്തി ചെയ്തിട്ടുള്ള ആളാണ്. ഇതും വർഷങ്ങളായിട്ട് വെറുതെ മാറിയെന്ന് പോലില്ല. ഒരു 17 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുള്ള ആളാണ്. ഒരു 13 വർഷം, ഒരു 3 വർഷം 3 വർഷമൊക്കെ ആയിട്ട് ഓരോ അമ്പലത്തിൽ നിന്നിട്ടുള്ള ആളാണ്. പോയി എല്ലായിടത്തും എനിക്ക് നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ പൊതുപ്രവർത്തന രംഗത്തായാലും എനിക്ക് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിലായാലും നാട്ടിലായാലും നമ്മുടെ ക്ലബ്ബ് വരാനായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്കൊരു നല്ലൊരു ഇമേജ് ഉണ്ട്. ആരെന്ത് പറഞ്ഞാലും അതിനെ കോട്ടം തെറ്റില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. സംഭവത്തിന് ശേഷം അതാ ഞാൻ പറയുന്നത്, എനിക്ക് ആര് തന്നെ എന്ത് തന്നെ പറഞ്ഞാലും എന്നെ സ്നേഹിക്കുന്ന ആരും വിശ്വസിക്കാൻ തയ്യാറാവില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതാണ് എനിക്ക് വിശ്വാസമുള്ളത്. സുജിത്ത് തുടരണം. സുജിത്തിന് ഇത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി ചില ആളുകൾ സമീപിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമുക്കത് 2ാം ഘട്ടത്തിൽ ഞാൻ സുജിത്തിനോട് ചോദിക്കാം. നമുക്കിതിൻ്റെ പ്രതികരണം മറ്റതിഥികളിൽ നിന്ന് എടുത്തതിന് ശേഷം തിരിച്ചു വരാം. സുജിത്ത് നേരിട്ടത് ഈ ജനാധിപത്യ സമൂഹത്തിൽ ഒരിക്കലും ഒരു പോലീസിൽ നിന്ന് നേരിടാൻ പാടില്ലാത്ത വേദനകളാണ്. അതിന് കേരളം പൂർണ്ണമായും സുജിത്തിനോട് ക്ഷമ പറയേണ്ടതുണ്ട്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ മുഖ്യമന്ത്രി ഇത് കേൾക്കണം. സുജിത്ത് ഇപ്പോൾ നമ്മളോട് പറഞ്ഞത് മുഴുവൻ കേൾക്കണം. ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു നിമിഷം പോലും സർവീസിൽ തുടരാൻ യോഗ്യതയില്ലാത്തത് എന്തുകൊണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് സുജിത്ത് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. സുജിത്ത് ഒരു സജീവ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ്. വളരെ ആക്റ്റീവായി സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ആളാണ്. ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനാണ്. ഇന്നേ വരെ ഒരു ക്രിമിനലായിട്ടുള്ള ആക്ടിവിറ്റിയും സുജിത്തിൻ്റെ പേരിലില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറ്റി ഇടിച്ചങ്ങ് മർദ്ദിച്ച് കളയാമെന്ന മനോഭാവം ഏത് പോലീസിനുണ്ടെങ്കിലും ആ പോലീസിനെ നിലയ്ക്ക് നിർത്തണം സർ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ.